അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ദീദയുടെ വീടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. ഹോം ടൂറൊന്നല്ല കേട്ടോ, അവളുടെ കുറച്ച് ട്രോഫികളും പിന്നെ മക്കൾക്ക് കിട്ടിയിട്ടുള്ള ട്രോഫി, പിന്നെ അവർ രണ്ടുപേരും ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റ് വർക്ക്, അങ്ങനത്തെ ഒക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവൾക്ക് രണ്ടുപേരാണ്. മൂത്ത മോളത് +2 കഴിഞ്ഞ് ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുകയാണ്. രണ്ടാമത്തെ ആൾ +1. അപ്പോൾ അവർ രണ്ടാളെയും വർക്കുകളൊക്കെ അത്യാവശ്യം വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരച്ചു കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്താണ്. ഇത് രണ്ടാമത്തെ ആൾ ചെയ്താട്ടോ. അവളുടെ പേര് ഹിബ എന്നാണ്, ഡുഡു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഇത് അവളുടെ വാൾ പെയിൻറ്റിങ് ആണ്. ഇതും അവൾ ചെയ്തിട്ടുള്ള വർക്കാട്ടോ. പിന്നെ ഇത് മൂത്താളുടെ സ്റ്റഡി ഏരിയയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവൾ ഡോക്ടർ ആവണം എന്നാണ് അവളുടെ ഡ്രീം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതിലാണ് അവൾ. അപ്പോൾ അവളുടെ ഒക്കെ ഡ്രീമൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അവിടെ. ഇത് ഡോഡു ചെയ്ത വർക്കാണ്. ഇതും അവൾ ചെയ്ത് തന്നെയാണ്. പിന്നെ പുറത്തെ ടെറസിൽ ബാൽക്കണിയിലൊക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണിത്. പിന്നെ ഇത് താഴെ ഹാളിൽ വന്നു കഴിഞ്ഞാൽ ഒരു കോർണറിൽ തന്നെ ഒരു വാൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇത് മൂത്താൾ ചെയ്താട്ടോ, അവളുടെ കലാവിരുദ്ധമാണ്. പിന്നെ കിച്ചണിൽ അങ്ങോട്ട് പോണ ഭാഗത്തായിട്ട് ഇത് ചെയ്തിട്ടുള്ളത് ഡുഡു ചെയ്തതാണ്. പിന്നെ നമ്മൾ ഓഫീസ് റൂമിൽ പോയി കഴിഞ്ഞാലാണ് ഇവരെ മൂന്നാളുടെയും കിട്ടിയിട്ടുള്ള ട്രോഫീസൊക്കെ കാണാം. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനൊരു മുന്നൊരു ഷോപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി ഇതിന് വിളിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ആ സമയം കൊണ്ടെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫുള്ള് ഇവരെ 3 പേരുടെ ട്രോഫികളാണ് ഫുള്ളായിട്ടുള്ളത്. ഇത് അവൾക്ക് +2-ന്
ടോപ്പിൽ കിട്ടിയതാണ്. അത് രണ്ടാമത്തെ ആളുടെ 10th. പിന്നെ ദീദിയുടെ ട്രോഫി ഇതാണ് കേട്ടോ. അവൾ അൻസാർ ട്രെയിനിങ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഇത് സ്പോക്കൺ ഇംഗ്ലീഷിന് ദാറുൽ അവർക്ക് രണ്ടുപേർക്കും കൂടി കിട്ടിയതാട്ടോ. പിന്നെ ഇതൊക്കെ ദീദ്രയാണ്, MEDന് അങ്ങനെയൊക്കെ ടോപ്പായിട്ടുള്ളതിനുള്ള ട്രോഫീസൊക്കെയാണ്. ഞാൻ സൈഡിൽ കാണുന്ന ചെറിയ 2 ഫോട്ടോൻ്റെ 2 ബ്രദേഴ്സാണ് കേട്ടോ. അവർ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ആണ്. ഇതവരെ കരാട്ടയുടെ ട്രോഫീസ്, ഇത് 2 എണ്ണം. അത് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ കീ കാണാത്ത കാരണം തുറക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഫോട്ടോയിൽ കാണുന്നതിൻ്റെ ചെറിയമ്മയും ഉമ്മയും ദീദിയാണ്. പണ്ടത്തെ ഫോട്ടോ ആണ് ഫ്രെയിം ചെയ്തവൾ വെച്ചത്. പിന്നെ ഇതൊക്കെ അവരുടെ 3 ആളുടെ ദീദറെ. പിന്നെ ആ കാണുന്ന ഫോട്ടോയിൽ എൻ്റെ ഉമ്മയും ദീദിയും സിയാക്കിയും സെബിക്കയാണ്. അതിൽ ഞാൻ മാത്രമില്ല. ആ ഒക്കത്തിരിക്കുന്ന ആളിൻ്റെ ചെറിയ ബ്രദറാട്ടാ. അവൻ്റെ താഴെയാണ് ഞാൻ. അങ്ങനെ ഇതിൽ കുറേ ട്രോഫീസ് ഉണ്ട്. എങ്ങനെയൊക്കെ പറയാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പം ടൈം ഉണ്ടായിരുന്നില്ല അതൊക്കെ നോക്കി വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അവളും ഡ്രസ്സ് മാറ്റുന്ന നേരം കൊണ്ടൊന്ന് ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെ ഇത് താഴത്തെ മാസ്റ്റർ റൂമിൽ ഇത് അന്നമോൾ ചെയ്ത വർക്കാണ്, വാൾ പെയിൻറ്റിങ്ങിന്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇത് ഡുഡു ചെയ്താട്ടോ. നമ്മൾ ഇതിന് നേരെ മുന്നിലായിട്ടാണ് കട്ടിലിട്ടിട്ടുള്ളത്. അപ്പം അവിടുന്ന് നീറ്റ് വരുമ്പോൾ തന്നെ ഹാപ്പി ഫേസ് കണ്ടിട്ടാണ് നീക്കുക. അപ്പോൾ ഒരു ഊർജം കിട്ടാൻ വേണ്ടി ചെയ്താണ്. അവളുടെ ഒരു ചെറിയൊരു ഐഡിയ ആണത്. പിന്നെ ഇവിടെ ഒരു മിക്കി മൗസ് ഉണ്ട്. ഇതും അവൾ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ ബ്രദർ ചെയ്ത വർക്കാട്ടോ. ടയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അതിന് മേലെ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.